വബിഹംസത്തിൽ കർറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദിശ് ശുഹദാഇ സയ്യിദുനാ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനാണ്. മുലകുടി ബന്ധത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹോദരനുമാണ്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ പിതൃവ്യ പുത്രിയായ ഹാലത്ത് എന്നവരാണ് ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. ആ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഇഷ്ടം വെച്ചവരാണ്. അവിടുന്ന് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നതു തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിലൂടെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സഫ മർവ കുന്നുകൾക്കിടയിലുള്ള ഒരു പാറക്കല്ലിന്റെ മുകളിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് അംറുബിന് ഹിഷാം എന്ന അബൂജഹൽ അതുവഴി കടന്നു വരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടതും അബൂജഹൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ആക്ഷേപിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറയുകയാണ്, അധിക്ഷേപിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമിച്ചു സഹിച്ചിരിക്കുകയാണ്. ഒടുവിൽ അബൂജഹൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര പൂമുഖത്തിൽ അടിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തു തന്നെയാണ് മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ആ വീടിന്റെ ഉമ്മറത്ത് നിന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടിമ സ്ത്രീ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർ അവിശ്വാസിയായ സ്ത്രീയായിരുന്നു. പക്ഷേ അവരുടെ മനസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാത്ത അനുകമ്പ തോന്നി. ഹംസ റളിയല്ലാഹു അൻഹു വേട്ടയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ അടിമ സ്ത്രീ ക്ഷുഭിതയായിക്കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ വീരശൂര പരാക്രമിയായി നടന്നോ? നിങ്ങളുടെ സഹോദര പുത്രനെ അംറുബിനു ഹിഷാം വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്തു. നിങ്ങളുടെ സഹോദര പുത്രനെ ഉപദ്രവിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. ഈ സമയത്ത് ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വിവർണമായി, അവിടുത്തെ രക്തം തിളക്കുകയാണ്. അവിടുന്ന് പെട്ടെന്ന് തന്നെ അംറുബിനു ഹിഷാം എന്ന അബൂജഹലിനെ കാണാനായി പുറപ്പെടുകയാണ്. പരിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കലേക്ക് ചെന്നു. ഒരു തവണ പരിശുദ്ധ കഅബയെ ഒന്ന് തവാഫ് ചെയ്തു. ആ സമയത്ത് അബൂജഹൽ അവിടെ കൂട്ടുകാരോടൊത്ത് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അബൂജഹൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചതും ഉപദ്രവിച്ചതും അഹങ്കാരത്തോടുകൂടി അവരോട് പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് തന്റെ കയ്യിലുള്ള വില്ലുകൊണ്ട് അബൂജഹലിന്റെ തലയിലേക്ക് അടിക്കുകയാണ്. എന്നിട്ട് അബൂജഹലിനോട് പറയുകയാണ്, നിന്നെ ഞാൻ അടിച്ചിരിക്കുന്നു, എങ്കിൽ നീ തിരിച്ച് എന്നോട് പ്രതികരിക്കുക. മുഹമ്മദിന്റെ മതത്തിൽ ഇന്നു മുതൽ ഞാനുമുണ്ട്, നിനക്ക് കഴിയുമെങ്കിൽ എന്നെ എതിർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹലിന്റെ തലയിൽ വില്ലുകൊണ്ട് അടിക്കുകയാണ്. ആ സമയത്ത് അബൂജഹലിന്റെ അനുയായികൾ പ്രതികരിക്കാൻ ഒരുങ്ങിയെങ്കിലും ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു എന്ന ധീരനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ധീരതയെ കുറിച്ച് അറിയാവുന്ന അബൂജഹൽ അവരെ എല്ലാവരെയും സംയമനത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബത്തിനും വലിയ ആവേശമായി. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വേള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കുവാനായി കടന്നു വരുന്ന വാർത്തയറിഞ്ഞുകൊണ്ട് സഹാബത്ത് പരിഭ്രാന്തരായ സമയത്ത് ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കാനായി ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു വരുന്ന വഴിയിൽ തന്റെ സഹോദരിയുടെ വീട്ടിൽ വെച്ച് മാനസാന്തരമുണ്ടായി.
ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് വരുന്നത് പരിവർത്തനം സിദ്ധിച്ചവരായിട്ടാണ്, പരിശുദ്ധ ഇസ്ലാമിനെ പുൽകാൻ വേണ്ടിയാണ്. ഹംസ റളിയല്ലാഹു അൻഹു അറിയുന്നില്ല. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഉമറേ, വന്ന ഉദ്ദേശം നല്ലതാണെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഹംസത്തിന്റെ വാളിന്റെ മൂർച്ച നീ അറിയും. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ധീരനായിരുന്നു. മക്ക എന്ന നാടിനെ മുഴുവനും വിറപ്പിച്ച വീരശൂര പരാക്രമിയായിരുന്നു ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു നിർത്തിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത അപരനാമങ്ങൾ അസദുൽ ഇലാഹ്, അല്ലാഹുവിന്റെ സിംഹം, അസദുർ റസൂൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ നടത്തിയ വീരേതിഹാസമായ വിപ്ലവം ചരിത്രത്തിൽ ഒരിക്കലും മായ്ക്കാൻ കഴിയുകയില്ല. ഹംസ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കണത്തിൽ വാളുകൾ കൊണ്ട് വീരേതിഹാസം രചിച്ചവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും ഹൗദ് തകർക്കുവാൻ വേണ്ടി കടന്നു വന്ന അസ്വദിനെ തടഞ്ഞു നിർത്തിയ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സുവദ് മാറടാ, ബല്ലൽ നബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ, അംബർ ഷഫീഉള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്നു ചേരടാ, ഖൈറുൽ വറാം നബിയാർ കൂളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദിൽ നിന്ന് വെള്ളമെടുക്കാൻ വന്ന അസ്വദിനെ തകർത്തു തരിപ്പണമാക്കിയവരാണ് ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഉത്ബത്തിനെ പരാജയപ്പെടുത്തിയവരാണ്, ഉത്ബത്തിനെ വകവരുത്തിയവരാണ്. മാത്രമല്ല തുഐമത്ത് ബിൻ അദി എന്ന ശത്രുക്കളിൽപ്പെട്ടവരെ, അങ്ങനെ ഒരു നിരവധി ആളുകളെ തകർത്തെറിഞ്ഞവരാണ് ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ബദറിന്റെ രണാങ്കണത്തിൽ വീരവിപ്ലവം നടത്തിയ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾക്ക് അതിയായ കടുത്ത ശത്രുതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്താൻ ശത്രുക്കൾ പല മാർഗങ്ങളും പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു ബദറിൽ വെച്ച് കൊലപ്പെടുത്തിയ തുഐമത്ത് ബിൻ അദിയിന്റെ സഹോദരപുത്രനായ ജുബൈർ ബിൻ മുത്ഇം എന്നയാൾ തന്റെ അടിമയായ വഹ്ശി എന്ന അടിമയെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിൽ കൊല ചെയ്യുവാൻ വേണ്ടി തയ്യാർ ചെയ്യുകയാണ്. വഹ്ശിയോട് പറയുകയാണ്, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യുകയാണെങ്കിൽ ഇന്നു മുതൽ നീ സ്വതന്ത്രനാണ്. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ വീരേതിഹാസം രചിച്ചുകൊണ്ട് മുന്നേറുന്ന സമയത്ത് വഹ്ശി അതാ പതിയിരുന്നുകൊണ്ട് പാത്തിരുന്നുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുന്തം കൊണ്ട് എറിഞ്ഞു വീഴ്ത്തുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ കുന്തം തറക്കുന്നു. ഹംസ റളിയല്ലാഹു അൻഹു രണാങ്കണത്തിൽ വീണ് ഷഹീദാകുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷിയാവുകയാണ്. ഈ സമയത്താണ് ഉത്ബത്തിന്റെ മകളായ ബദറിൽ ഹംസ റളിയല്ലാഹു അൻഹു കൊല ചെയ്ത ഉത്ബത്തിന്റെ മകളായ ഹിന്ദ് അതാ തന്റെ പിതാവിനെ കൊന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പ്രതികാരം ചെയ്യുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തിരുശരീരത്തിൽ അവിടുത്തെ വയറ് കുത്തിക്കീറിക്കൊണ്ട് അവിടുത്തെ കരളെടുത്തുകൊണ്ട് ഹിന്ദ് അതാ ഉത്ബത്തിന്റെ മകളായ ഹിന്ദ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരള് തിന്നാൻ പോവുകയാണ്. അങ്ങനെ കരളെടുത്ത് മുത്തുനബിയുടെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരളു പറിച്ചെടുത്ത് കടിച്ചു തുപ്പുന്നു. ഈ രൂപത്തിൽ ക്രൂരമായിട്ടായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വം വഹിക്കപ്പെടുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അവസാനം ഹംസ റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്യുന്ന സമയത്ത് കഫൻ തുണിയായി അവിടുത്തെ സഹോദരി കൊണ്ടുവന്ന തുണി കൊണ്ട് അവിടുത്തെ കഫൻ ചെയ്യുന്ന അവസരത്തിൽ അവിടുത്തെ തല മറച്ചാൽ അവിടുത്തെ കാലു മറയുന്നില്ല, കാലു മറച്ചാൽ
അവിടുത്തെ തലമറയുന്നില്ല. അത്രത്തോളം ദാരിദ്ര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന. കഫൻ തുണി തികയുന്നില്ല. ഒടുവിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം തലമറച്ചുകൊണ്ട് കാലിൽ ദർഭപ്പുല്ലുകൾ കൊണ്ട് കാല് കഫൻ ചെയ്താണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ മറമാടിയത്. ഉഹദിൽ ഇന്നും ഹംസ റളിയല്ലാഹു അൻഹു കിടപ്പുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.